നമസ്കാരം. ജെ ജോസഫ് കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ വലിയ നേതാവാണ്. ആ പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാനാണ്. തൊടുപുഴയിൽ നിന്നുള്ള MLA ആണ്. വെറും MLA അല്ല, കേരള കോൺഗ്രസിൻ്റെ MLA-മാരിൽ ഏറ്റവും അധികം വോട്ട് നേടി വിജയിച്ച MLA ആണ്. എന്നിട്ടും ജോസഫ് തനിക്ക് MP സ്ഥാനം വേണം എന്ന് പറഞ്ഞപ്പോൾ പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റിയും പാർലമെൻ്ററി കമ്മിറ്റിയും ഒക്കെ കൂടി ചേർന്ന് അത് നിഷേധിക്കുകയും പകരം 3 തവണ MLA ആയി മത്സരിച്ച് തോറ്റ ഒരാൾക്ക് സീറ്റ് കൊടുക്കുകയും ചെയ്തു. സാധാരണഗതിക്ക് കേൾക്കുന്നവർക്കൊക്കെ അത്ഭുതം തോന്നും. ഇതെന്ത് പാർട്ടി എന്ന ചോദ്യവും പലരും ചോദിക്കും. എന്നാൽ കേരള കോൺഗ്രസിൽ നടക്കുന്നത് അങ്ങനെ ഒരുപാട് അത്ഭുതപ്പെടേണ്ട വസ്തുതയൊന്നുമല്ല. ഈ പാർട്ടി ഇങ്ങനെയാണ്. അത് വളർന്നുകൊണ്ടേയിരിക്കും, പിളർന്നുകൊണ്ടേയിരിക്കും. കേരള കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നതനായ നേതാവ് KM മാണി അതിനൊരു തിയറിയും അവതരിപ്പിച്ചിട്ടുണ്ട്. വളരും തോറും പിളരുകയും പിളരും തോറും വളരുകയും ചെയ്യുന്ന പാർട്ടി എന്നത്. ഇപ്പോൾ കോട്ടയത്ത് നടക്കുന്നത് ജെ ജോസഫും തോമസ് ചാഴിക്കാടനും തമ്മിലുള്ള മത്സരമോ ജെ ജോസഫും KM മാണിയും തമ്മിലുള്ള മത്സരമോ അല്ല. നേരെ മറിച്ച് മാണിയുടെ മകൻ ജോസ് കെ മാണിയും ജെ ജോസഫിന്റെ മകൻ അപ്പു ജോസഫും തമ്മിലുള്ള മത്സരമാണ്. മാണിക്ക് ശേഷം പാർട്ടി ആരുടെ കയ്യിലാവണം എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താനുള്ള ശ്രമമാണ്. മാണിയുടെ ആരോഗ്യസ്ഥിതി അത്ര നല്ലതല്ല എന്ന് ജോസഫിന് വിവരം ചോർന്നു കിട്ടിയതിന് ശേഷമാണ് ഈ നാടകങ്ങളൊക്കെ ഉണ്ടായത്. രാജ്യസഭയിലേക്ക് കോൺഗ്രസിൽ നിന്നും സീറ്റ് പിടിച്ചു വാങ്ങി ജോസ് കെ മാണി MP ആയി പോയപ്പോൾ ഒന്നും മിണ്ടാതിരുന്ന ജെ ജോസഫ് ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത് മാണിയുടെ ആരോഗ്യനില മോശമാണ് എന്ന് തിരിച്ചറിഞ്ഞു തന്നെയാണ്. മാണിക്ക് ശേഷം പാർട്ടിയുടെ ചുമതല തനിക്ക് വേണം എന്ന് ജോസഫ് കരുതുന്നു. അതായത് പാർട്ടിയുടെ ചെയർമാൻ പദവി ജെ ജോസഫ് ആവശ്യപ്പെടുന്നു. സ്വാഭാവികമായും ആർക്കും അംഗീകരിക്കാൻ കഴിയുന്ന ആവശ്യമാണ്. എന്നാൽ കേരള കോൺഗ്രസിൻ്റെ ചെയർമാൻ പദവി എന്നാൽ ആ പാർട്ടിയുടെ സ്വത്തുക്കളുടെ മുഴുവൻ അവകാശിയാണ്. അതുകൊണ്ട് KM മാണി തൻ്റെ പാർട്ടിയുടെ പിന്തുടർച്ചാവകാശം തൻ്റെ മകന് തന്നെ നൽകാൻ ആഗ്രഹിക്കുന്നു. ജോസഫ് ശ്രമിക്കുന്നത് മാണിയെ പോലെ തന്നെ പാർട്ടിയുടെ അധികാരം പിടിക്കുകയും പിന്തുടർച്ചാവകാശം തൻ്റെ മകന് കൊടുക്കുകയും ചെയ്യുന്നതിനുള്ള നീക്കമാണ് ജോസഫ് നടത്തുന്നത്. ജോസഫ് ശ്രമിക്കുന്നത് ഇപ്പോൾ MP ആയി ഡൽഹിയിലേക്ക് പോവുക, അവിടെ രാഹുൽ ഗാന്ധി മന്ത്രിസഭയുണ്ടാക്കിയാൽ മന്ത്രിയായിരിക്കുക, അതേസമയം പകരം ഒഴിവ് വരുന്ന നിയമസഭാ മണ്ഡലത്തിൽ മകൻ അപ്പു ജോസഫിനെ മത്സരിപ്പിക്കുക. അപ്പു ജോസഫ് മത്സരിച്ച് നിയമസഭയിലെത്തിയാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊടുപുഴയിൽ നിന്നും അപ്പു ജോസഫ് മത്സരിക്കുകയും ജോസഫ് വിഭാഗത്തിനുള്ള മന്ത്രിസ്ഥാനം മകൻ ഉറപ്പുവരുത്തുകയും ചെയ്യുക. ജോസ് കെ മാണി ആവട്ടെ ഇപ്പോൾ ശ്രമിക്കുന്നത് രാജ്യസഭാംഗം എന്ന നിലയിൽ രാഹുൽ ഗാന്ധി മന്ത്രിസഭയുണ്ടാക്കിയാൽ മന്ത്രിയാവുക, നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നാട്ടിലേക്ക് തിരിച്ചു വന്ന് പാലായിൽ മത്സരിച്ച് കേരളത്തിലെ മന്ത്രിയാവുക എന്ന അതേ തത്വം തന്നെയാണ്. എന്നാൽ പാർട്ടിയുടെ ചെയർമാൻ ആരായിരിക്കണം? ജെ ജോസഫ് വിചാരിക്കുന്നു താനായിരിക്കണം ചെയർമാനെന്ന്, ജോസ് കെ മാണി വിചാരിക്കുന്നു താനായിരിക്കണം ചെയർമാനെന്ന്. എന്തായാലും ഈ നാടകത്തിനൊടുവിൽ അനാരോഗ്യം വകവയ്ക്കാതെ മാണി പൂഴിക്കടകനുമായി രംഗത്തിറങ്ങിയപ്പോൾ ജോസഫ് നിലം തൊടാതെ വീണു. സീറ്റ് കിട്ടും എന്നാഗ്രഹിക്കുകയും കിട്ടിയേ മതിയാവൂ എന്ന് പിടിവാശി പുലർത്തുകയും ചെയ്ത ജോസഫിന് അപ്രതീക്ഷിതമായി ലഭിച്ച പ്രഹരമായിരുന്നു ഇന്നലത്തെ മാണിയുടെ പ്രഖ്യാപനം. ഇനി എന്താണ് ജോസഫിന് മുൻപിലുള്ള വഴി? കോട്ടയത്ത് റിബലായി മത്സരിച്ച് എന്തെങ്കിലും നേട്ടം കൊയ്യാൻ കഴിയും എന്ന് ജോസഫ് കരുതുന്നില്ല. അതുകൊണ്ട് ആ മണ്ടത്തരത്തിന് ജോസഫ് ശ്രമിക്കുകയില്ല. ജോസഫിന്റെ തട്ടകം ഇടുക്കിയാണ്, തൊടുപുഴയാണ്. അതുകൊണ്ടാണ് കോൺഗ്രസുകാർ ഇടുക്കി വിട്ടുകൊടുത്ത് കോട്ടയം ഏറ്റെടുക്കാൻ ശ്രമിച്ചിട്ടും മാണി വഴങ്ങാതിരുന്നത്. അതുകൊണ്ട് തന്നെ മാണിയുടെ തട്ടകത്തിൽ കയറി എന്തെങ്കിലും ചെയ്യാൻ ജോസഫിന് കരുത്തില്ല. ജോസഫിന് ആകെ പകരം വീട്ടാൻ കഴിയുന്നത് കോൺഗ്രസുകാരോടാണ്. അതുതന്നെയാണ് മാണിയുടെ വിജയവും. മോൻസ് ജോസഫ് ഒഴികെ മാണിയുടെ കൂടെ ഒരു നേതാവും ഇപ്പോൾ ഇല്ല എന്നതാണ് സത്യം. അതുകൊണ്ട് ജോസഫിനെ ഇങ്ങനെ തുടരാനേ കഴിയൂ. എന്നാൽ ജോസഫും മാണിയും തമ്മിലുള്ള വിഭജനം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഒരു പാർട്ടിക്കകത്ത് 2 പാർട്ടിയായി ഇനി അത് മുൻപോട്ട് പോകൂ.
ഏതു നിമിഷവും ഈ പാർട്ടി പിളരും, രണ്ടാകും. അതിൽ മാണിക്ക് ഒരു വിഷമവുമില്ല. മാണിയെ സംബന്ധിച്ചിടത്തോളം മാണിയുടെ കൃത്യമായ പദ്ധതിക്കിടയിലേക്ക് കയറി വന്നയാളാണ് ജോസഫ്. ജോസഫ് പോകുന്നെങ്കിൽ പോകട്ടെ എന്നത് തന്നെയാണ് മാണിയുടെ കണക്കുകൂട്ടലും. അതുകൊണ്ട് തന്നെ പ്രതിസന്ധി നേരിടാൻ പോകുന്നത് ജോസഫ് തന്നെയാണ്. ജോസഫ് പോയാലും മാണിക്ക് മുമ്പുണ്ടായിരുന്ന സീറ്റുകളൊക്കെ UDFകാർ കൊടുക്കും. ജോസഫിനെ UDFിൽ നിലനിർത്തുമോ അതോ ജോസഫ് LDFിലേക്ക് പോകുമോ എന്നത് മറ്റൊരു വിഷയം. ഒരുപക്ഷെ ജോസഫിനെ വിട്ടുപോയ ഫ്രാൻസിസ് ജോർജും കൂട്ടരും തിരിച്ച് ജോസഫിലേക്ക് വീണ്ടും എത്തിയേക്കാം. അങ്ങനെ എന്തൊക്കെ സംഭവിച്ചാലും മാണിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കയ്യിലിരിക്കുന്ന പാർട്ടി തൻ്റെ മകനിലേക്ക് കൈമാറുന്ന പ്രക്രിയയ്ക്ക് ഒരു തടസ്സവും ഉണ്ടാവുകയില്ല. ഇതാണ് കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം. ഒരുമിച്ച് നിൽക്കുകയും തമ്മിൽ കാണാതിരിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയം. വളർന്നാലും ലയിച്ചാലും പിളർന്നാലും ഒന്നും സംഭവിക്കാത്ത രാഷ്ട്രീയം. മാണിക്ക് ശേഷം മാണിയുടെ മകൻ, മാണിയുടെ മകന് ശേഷം ഭാര്യയോ മക്കളോ, ഇങ്ങനെ കേരള കോൺഗ്രസ് രാഷ്ട്രീയം അനസ്യൂതം മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കും. മറ്റൊരു നിവൃത്തിയുമില്ലാതെ ഇവരുമായി മുൻപോട്ട് പോകേണ്ട ബാധ്യതയും ചുമതലയും കോൺഗ്രസിനാണ് താനും.